BaBu Monz TeChz so അപ്പോൾ നമ്മൾ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ തന്നെ പറ്റും എന്താണ് സംഭവം എന്ന്. സ്പിൻ കാർട്ടിൻ്റെ XXX സൈസിൻ്റെ എക്സ്റ്റെൻഡഡ് മൗസ് പാഡാണിത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല നീളമുള്ള ഒരു മൗസ് പാഡാണ്. നമുക്കിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് എത്ര നീളം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ അൺബോക്സിംഗ് എല്ലാം തുടങ്ങും. അൺബോക്സ് ഒന്നുമില്ല, ഈ പാക്കറ്റിനുള്ളിലാണ്. അപ്പോൾ എന്നാൽ അൺപാക്കിങ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നല്ല ഈ കവർ ചെയ്യാൻ വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി സംഭവം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വേറെ ഞാൻ ഇതേപോലത്തെ വേറെ സംഭവം കണ്ടിട്ടുണ്ട്. മൗസ് പാഡ് റെഡ് ഗിയറിനായിരുന്നു, പക്ഷേ അതിന് ഭയങ്കര പൈസ ഉണ്ട്, 699 സംതിങ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ മൗസ് പാഡിൻ്റെ ഈ 2 റബ്ബർ ബാൻഡ് കഴിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഫുള്ളായിട്ട് ഒന്ന് വിരിച്ച് നോക്കട്ടെ. ഓക്കെ, നല്ല റെഡ് കളറുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ബാക്കത്തെ ഭാഗം ഒരു കുഴപ്പമില്ലാത്ത റബ്ബറി നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. ഓക്കെ, നല്ല ഗ്രിപ്പും സംഭവമുണ്ട്, ഊരി പോകുന്നൊന്നുമില്ല. ഞാനിവിടെ മരത്തിൻ്റെ ബേസിൽ വെച്ച് നോക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടേബിൾ കവറിൻ്റെ മേലെ വെച്ച് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്തതാണ്. ഓക്കെ, സ്റ്റിച്ചിങ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല ട്രിപ്പിൾ ഒരു ബ്രൈഡ് ആയിട്ടുള്ള ടൈപ്പ് സ്റ്റിച്ചിങ് ആണ്, കുഴപ്പമില്ലാത്ത ഒരു ഡീസൻറ്റ് ക്വാളിറ്റി. ഓക്കെ, പിന്നെ നമ്മുടെ എന്താ പറയുക, ഇങ്ങനത്തെ സ്റ്റിക്കറോ സംഭവം അങ്ങനത്തെ എന്തെങ്കിലും സാധനം പോയിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചിട്ടുണ്ട്, ആ നൂല് ചെറുങ്ങനെ കഴിഞ്ഞ് വരും. ബാക്കിയെല്ലാം നല്ല കിള്ളം പോലത്തെയാണ്. 2 Night V100 എന്നുള്ള ഡിസൈനെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ എന്തോ ഒരു വായു പോലത്തെ ഒരു ഓട്ടുന്നേര പോലെ സ്കള്ള് പോലത്തെ എന്തൊരു മുഖം, എന്തൊരു ഡീമാണ്, അങ്ങനത്തെ എന്തോ സംഭവമായിട്ടാണ്. ഓക്കെ, പക്ഷേ ഒരു ഡിസൈൻ ഉണ്ട്, കാണാൻ നല്ല ലുക്കുണ്ട്. പിന്നെ ഈ സൈഡിൽ നല്ല വണ്ണത്തിൽ ലീഗ് ഓഫ് ലെജൻഡ്സ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാണാൻ നല്ല കിടിലം പോലത്തെ ഒരു മൗസ് പാഡാണ്. നല്ല വണ്ണമുണ്ട്, നല്ല ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ റബ്ബറി ടൈപ്പ് എന്താ പറയുക, ഒരു നല്ല ഗ്രിപ്പുള്ളൊരു സംഭവമാണ്. ഓക്കെ, അവിടെ ഇതേപോലെ നല്ല ഗ്രിപ്പെല്ലാം ഉണ്ട്. ആ പാറ്റേൺ ഉണ്ട്, നല്ല കുഴപ്പമില്ലാത്ത നല്ല ഗ്രിപ്പും സംഭവമുള്ള ഇതാണ്. അതിനെക്കൊണ്ട് അങ്ങനെ വേഗം ഊരിപ്പോവോ ഇല്ലല്ലോ എന്നാൽ മൗസെല്ലാം ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഊരിപ്പോകും അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കീബോർഡ് മൗസും വെച്ച് ഞാൻ കാണിച്ചിരുന്നത്. കീബോർഡ് മൗസ് 2 മൗസ് വെക്കേണ്ട സ്ഥലമുണ്ട്. ഓക്കെ, കീബോർഡ് ഒരു ഫുൾ സൈസ് കീബോർഡിൽ വെക്കാം, 2 മൗസും വെക്കാം. പിന്നെ മേലും കുറച്ച് സ്ഥലമുണ്ട്, അവിടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും പെൻഡ്രൈവ് സംഭവം അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു വണ്ണത്തിലുള്ളൊരു മൗസ് മാറ്റാണ്, എന്താ പറയുക കീബോർഡ് മൗസ് മാറ്റ് എന്നാണ് പറയാം. പിന്നെ ഇത് മൗസെല്ലാം ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് എന്താ പറയുക നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതിൻ്റെ മേലെ ഇപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നല്ല സ്മൂത്തായിട്ട് പോകും. കണ്ടോ, ഇപ്പോൾ ഞാൻ ഇത് ചൊട്ടി തീർപ്പിക്കുന്നത് ഒരു ചൊട്ടലിൽ തന്നെ അങ്ങനെ എത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നത് എനിക്ക് 300 രൂപേൻ്റെ ഉള്ളിലാണ്, 279 രൂപ. സാധാരണ റെഡ് ഗിയറിൻ്റെ എല്ലാം 600 രൂപേൻ്റെ മേലെയാണ്, ഇല്ല 600 കുറച്ച് അതിൻ്റെ അടുത്താണ്. അതിനെക്കൊണ്ട് അതിൻ്റെ ആയിട്ട് എത്ര നല്ലതാണ്, നല്ല ക്വാളിറ്റിയും കൂടിയാണ്. അപ്പോൾ നല്ലൊരു മൗസ് മാറ്റാണ്. അപ്പോൾ ഞാൻ എന്തൊരു റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒറ്റൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഈ ഒറ്റൊരു കളറിൽ മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. BaBu Monz TeChz. അപ്പോൾ ബൈ ഫ്രം BaBu Monz TeChz. So let me catch you slipping by.